പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം നടത്തുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് വരുൺ. ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. മനോജ് പ്രശ്നത്തിൽ ഇടപെടുകയാണ്. വീട്ടിൽ വെച്ച് മനോജിനെ ചെന്ന് കാണുന്ന മനോജിന്റെ അച്ഛൻ ഈ വിവാഹത്തിന് കൺമണിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടത്തരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ എന്തിനാണ് അവളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വിവാഹം? അത് നടത്താതിരുന്നുകൂടെ? പറ്റില്ല, ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും. കാരണം അവനിൽ നിന്ന് ഒരുപാട് തുക നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിനുള്ള നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണം. അല്ലാതെ എങ്ങനെയാ? അതുകൊണ്ട് തന്നെ വിവാഹം നടക്കും. പക്ഷേ ജീവിക്കേണ്ടത് അവളല്ലേ? അവൾക്ക് അവൻ്റെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല എങ്കിൽ എന്ത് ചെയ്യും? അതൊന്നും ഒരു പ്രശ്നമായി ഞാൻ കാണുന്നില്ല. കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെ. നമ്മൾ കൊടുത്ത വാക്കാണ്, അതിൽ നിന്ന് നമ്മൾ പിന്മാറുകയില്ല. അത് എന്തൊക്കെ സംഭവിച്ചാലും അത് അങ്ങനെ തന്നെ മുന്നിലേക്ക് പോകും. മനസ്സിലായോ? അച്ഛൻ വെറുതെ ഉടക്കാനായി നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് അയാൾ. മനോജിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത് ഉറപ്പ് തന്നെയാണ്. ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് അയാൾ. ഇതേ സമയം അമ്പലത്തിൽ പോയി കാര്യങ്ങൾ ദൈവത്തോട് സംസാരിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ കൺമണി. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൺമണി കാര്യങ്ങൾ ദൈവത്തോട് പറയുകയും ചെയ്യുന്നു. കൃഷ് സാറിനെയാണ് എനിക്ക് വരനായിട്ട് വേണ്ടത്, അല്ലാതെ മറ്റാരെയുമല്ല. വരുണുമായുള്ള വിവാഹത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. അതിന് എൻ്റെ കൂടെ അങ്ങുണ്ടാകണം എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് വരുൺ കയറി വരുന്നത്. എടി, നിന്നെ ഞാൻ തന്നെ താലി ചാർത്തും. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മാല എടുത്ത് അണിയിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ വരുൺ. പക്ഷേ വരുണിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്ന കൃഷ് അത് തടയുന്നു. ഇവളെ ഞാൻ താലി കെട്ടിയതാണ്, ഇനി എനിക്കൊന്ന് മാല അണിയിക്കണം. അതിപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ചെയ്യാൻ പോവുകയാണ്, മാറി നിക്കട എന്ന് പറഞ്ഞ് കഴുത്തിൽ മാല അണിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ വരുണാകെ ഞെട്ടിപ്പോവുകയാണ്. പക്ഷേ ഇത് വെറുമൊരു സ്വപ്നമായിരുന്നു. അത് കണ്ട് ആകെ ഞെട്ടി ഉണരുകയാണ് ഇപ്പോൾ കൺമണി. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഓരോ മണിക്കൂറും വളരെയധികം വേദനയിലൂടെയാണ് കൺമണി കടന്നു പോകുന്നത്. എന്ത് സംഭവിക്കും എന്നറിയാത്ത അവസ്ഥ. പക്ഷേ കൃഷാകട്ടെ തൻ്റെ തീരുമാനത്തിൽ നിന്ന് ഇനി ഒരടി പുറകോട്ട് പോവുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നതോടെ വരുണിന്റെ കളികൾ അവസാനിക്കുകയായി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒടുവിൽ കൺമണിയെ കൃഷ് സ്വന്തമാക്കുകയാണ്. ഇത് കണ്ട് മനോജ് ഒന്ന് പകച്ചു പോകുന്നു. പക്ഷെ ഒടുവിൽ മനോജ് കൃഷുമായുള്ള വിവാഹത്തിന് സമ്മതം നൽകുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.